ഫ്രാൻസിലെ നോർമണ്ടിയിലെ നിശബ്ദമായ പട്ടണത്തിനു മുകളിൽ സ്വർഗത്തിൻ്റെ ചിറകുകൾ പോലെ ഉയർന്നു നിൽക്കുന്നത് ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെ ബസിലിക്കയാണ്. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നിർമ്മിച്ച ഈ മഹത്തായ ബസിലിക്ക കല്ലിൻ്റെയും മാർബിളിൻ്റെയും ഒരു കെട്ടിടം മാത്രമല്ല, ഒരു ലളിതമായ ജീവിതം നയിച്ച ഒരു കർമ്മലിത്ത സന്യാസിനിയുടെ ജീവിതത്തോടുള്ള ലോകത്തിൻ്റെ നന്ദിയുടെ ഒരു ഗാനമാണത്. ലോകം വാഴ്ത്തുന്ന ഒരു മഹത്വവും കാണാൻ വേണ്ടിയല്ല, മറിച്ച് ഉണ്ണിയേശുവിൻ്റെ കൊച്ചു ത്രേസ്യ വിടർത്തിയ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിക്കുവാൻ വർഷം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 1954 സമർപ്പിക്കപ്പെട്ട ഈ ബസിലിക്ക കലയുടെയും ഭക്തിയുടെയും മഹത്തായ ഒരു തെളിവാണ്. അതിൻ്റെ മതിലുകളിൽ, ഭിത്തികളിലും എല്ലാം മോഹിപ്പിക്കുന്ന മൊസൈക്കുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചു ത്രേസ്യയുടെ ജീവിതകഥയും അവളുടെ ദൈവത്തിലേക്കുള്ള ചെറിയ വഴിയും ദൈവത്തോടുള്ള അവളുടെ തീപ്പൊരി പോലുള്ള സ്നേഹവും എല്ലാം ആ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ ദേവാലയത്തിലാണ് വിശുദ്ധ തെരേസയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും ആശ്വാസത്തിനുമായി അനേകായിരം തീർത്ഥാടകരാണ് ഈ ദേവാലയത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത്. ഈ ദേവാലയം കൊച്ചു ത്രേസ്യയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്മാരകം മാത്രമല്ല, അത് ഒരു നഗരത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ഏറ്റവും ലളിതമായ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം വിതറിയ ഒരു കർമ്മലീത്ത സഹോദരിയുടെ ജീവിതത്തിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പരിശുദ്ധമായ ബസിലിക്ക. ഈ ബസിലിക്കയിൽ നിന്ന് വളരെ ചെറിയ ദൂരത്തിൽ തന്നെയാണ് ലിസ്യുവിലെ കർമ്മലീത്ത മഠം. ഈ കർമ്മലീത്ത മഠത്തിൻ്റെ മതിലുകൾക്കുള്ളിലാണ് കൊച്ചു ത്രേസ്യ തൻ്റെ സന്യാസ ജീവിതം മുഴുവനും ജീവിച്ചു തീർന്നത്. തൻ്റെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ജീവിതം വെറും 15-ാം വയസ്സിൽ അവൾ ഇവിടെ പ്രവേശിച്ചു. പിന്നീട് അവളുടെ ഓരോ ശ്വാസവും, ഓരോ പ്രാർത്ഥനയും, ഓരോ കണ്ണുനീരും ദൈവസ്നേഹത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി മാത്രമായിട്ടുള്ളതായിരുന്നു. ഈ മഠത്തിൽ തൻ്റെ ചെറിയ മുറിയിലിരുന്നാണ് അവൾ തൻ്റെ ആത്മാവിൻ്റെ മഹത്തായ സാക്ഷ്യം, ഒരു ആത്മാവിൻ്റെ കഥ എഴുതി ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയത്. തൻ്റെ ചെറിയ വഴി, ചെറിയ കാര്യങ്ങളിൽ വലിയ സ്നേഹത്തോടെ ചെയ്യുക, ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ജീവിക്കുക, സ്വർഗപിതാവിൻ്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പോലെ ആശ്രയിക്കുക. ലോകത്തിനു മുമ്പിൽ മറിഞ്ഞിരുന്ന ഈ വാക്കുകൾ പിന്നീട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആയിരത്തി 1873 ജനിച്ച തെരേസ മാർട്ടിൻ കുടുംബത്തിലെ 9 മക്കളിൽ ഇളയവളായിരുന്നു. അവളുടെ സഹോദരിമാരിൽ 5 പേർ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ബാല്യകാലം മുതലേ അവളുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി തുടിച്ചിരുന്നു. എൻ്റെ ദൈവവിളി സ്നേഹമാണ്, അവൾ ഒരിക്കൽ പ്രഖ്യാപിച്ചു. ആ സ്നേഹം തന്നെയാണ് അവളുടെ ഒരു ജീവിതഗാനമായി തീർന്നത്. വലിയ പ്രവൃത്തികളൊന്നുമല്ല, ഓരോ ദിവസത്തെയും ചെറിയ ത്യാഗങ്ങൾ, വേദനകൾ, ചിരികൾ, നിശബ്ദത, പ്രാർത്ഥനകൾ എല്ലാം ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു അവൾക്ക്. ലിസ്യുവിൽ നിന്ന് ആരംഭിച്ച് അവളുടെ വിശുദ്ധിയുടെ സുഗന്ധം ലോകമെമ്പാടും പരന്നു. 1925 വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് വേദപാരംഗതയും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയുമായി തൻ്റെ മഠത്തിൻ്റെ മതിലുകൾക്കപ്പുറം പോയിട്ടില്ലാത്ത ഈ സന്യാസിനി ലോകത്തിനൊരു വഴികാട്ടിയായി മാറി. അവളുടെ ചെറിയ വഴി ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് അസാധാരണ പ്രവൃത്തികളിലല്ല, ലളിതമായ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അനുസ്മരിക്കുന്ന ഓരോ സമയത്തും അവളുടെ സന്ദേശം നമ്മളെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുകയാണ്. വിശുദ്ധി നമ്മുടെ കൈവശമുള്ളതാണ്. അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിലെ കൊച്ചു ത്യാഗങ്ങളിൽ, സ്നേഹത്തോടെ നമ്മൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങളിൽ, നമ്മൾ മറ്റുള്ളവരുടെ ചുണ്ടിൽ വിരിക്കുന്ന ഓരോ പുഞ്ചിരിയിലും നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്.
ദൈവസ്നേഹത്തിൻ്റെ സുന്ദരമായ ഒരു ചെറുപുഷ്പം നമ്മുടെ കൂടെ എന്നുമുണ്ടാവും, നമുക്ക് പ്രചോദനമാകുവാൻ വേണ്ടി. സ്നേഹത്തിൻ്റെ ഈ ചെറുപുഷ്പം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കട്ടെ.